ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്രിസ്മസ് വൈബ് നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്താലോ. അതായത് നമുക്ക് അത്രയും അറിവൊന്നുമില്ല ക്രിസ്ത്യൻസ് ചെയ്യുന്നത് പോലെ, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ നമുക്ക് ആദ്യമേ വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊരു പുൽക്കൂടും അതുകൂടാതെ തന്നെ നമ്മുടെ ആ ഒരു ക്രിസ്മസിൻ്റെ ലൈറ്റ്സും അതുപോലെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നമ്മുടെ ക്രിസ്മസ് അടിച്ച് പൊളിക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു പോർഷൻ. പിന്നെ ഇവിടെ നമ്മുടെ പൂളി ഉണ്ടല്ലോ, പൂളി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പൂളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കട്ടിയുള്ള പൂളി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തട്ട് നല്ല കട്ടിക്ക് കിട്ടുവേ. നമ്മുടെ ശിവക്കുട്ടനും വന്നിട്ടുണ്ടേ, നമ്മുടെ അച്ഛനെ സഹായിക്കാമെന്നും പറഞ്ഞ് അവനും കട്ടയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തട്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ ഇതിന് മുന്നേ ഒന്ന് ഷോർട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. പുൽക്കൂട് കെട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും. അതുപോലെ നമ്മൾ ആ തട്ട് കെട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ മേൽക്കൂര പോലെയൊക്കെ അടിച്ചിട്ട് പിന്നീട് നമ്മൾ ആ കച്ചി എടുത്തിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കച്ചി ഇട്ട് കൊടുക്കുന്നത് മാത്രമല്ല, ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്പി ഉണ്ടല്ലോ, ചെറിയ കെട്ട് കമ്പി, അത് വെച്ചാണ് കേട്ടോ ഇത് മുഴുവൻ ഈ പൂളി ഓരോ കഷ്ണങ്ങളും നമ്മളത് ഉറപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ കമ്പി വെച്ചിട്ടാണ്. ആ കമ്പി വെച്ചിട്ട് തന്നെ കച്ചി കെട്ടിയത് നമ്മൾ നല്ലോണം മുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയിരുന്നേ, ആ സമയത്താണ് നമ്മൾ ഈ ലൈറ്റും ബാക്കി നമ്മുടെ ഈ ഉണ്ണീശൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, പിന്നീട് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ വെക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ചുമ്മാ ഈ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെക്കുന്നതാണ്. ആദ്യമേ നമ്മുടെ ഗ്ലോറിയ, നമ്മുടെ മാലാഖയെ തൂക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും നമുക്ക് എങ്ങനെ വെക്കുന്നതെന്ന് കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. ഇതിനുള്ളിൽ ആദ്യമേ ഇതിപ്പോൾ ഫോണിൻ്റെ ലൈറ്റ് വെച്ചിട്ട്, കാരണം ഒരു ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലേസർ ലൈറ്റ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വ്യൂ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ക്രിസ്മസിൻ്റെ തലേദിവസം അത് മാറ്റി റെഡിയാക്കി ഇടാവേ. പക്ഷേ ഈ ഒരു ലേസർ ലൈറ്റ് കൊടുത്തപ്പോൾ രാത്രി ഇങ്ങനൊരു കുറച്ച് നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ പെന്നാമേനയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അപ്പോൾ ആ ഒരു ഉണ്ണീശോ സെറ്റും എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ലേസർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഒരു പ്യുവർ ലൈറ്റ് കൊടുക്കാമെന്ന് ഓർത്തു, വൈറ്റ്, പക്ഷേ അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ പ്രചരണം നടന്നുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ ഈ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ലേസർ ലൈറ്റായിട്ട് ഇട്ടത്. പക്ഷെ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും വ്യൂ അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ പുൽക്കൂട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നുണ്ട്. ടാറ്റാ.